ഇന്ന് നമ്മൾ ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും റിസൾട്ടുള്ള സ്കിന്ന് എന്താ പറയുക അണ്ണിവണൊക്കെ മാറ്റി ടാൻ നല്ലപോലെ കുറച്ച് പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറവ് കൊണ്ടുവരുത്തുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. 100% റിസൾട്ടാണ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നൈറ്റ് കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. നൈറ്റ് കെയർ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കാരണം മോർണിംഗിൽ ഉള്ള സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ തിരക്കിലും അല്ലെങ്കിൽ നമ്മൾ ജോലി പോകുക വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ശരി നമുക്ക് പ്രോപ്പർ എന്താ പറയുക നമുക്ക് അതിന് ആ ഒരു രീതിയിലേക്ക് വരുത്താൻ പറ്റില്ല. പക്ഷേ അതേസമയം നമുക്ക് നൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ടൈം അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ സ്കിൻ നല്ലപോലെ റിലാക്സ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ എന്തും ട്രീറ്റ്മെൻറ്റ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സിറം യൂസ് ചെയ്യുന്നു അതൊക്കെ നമുക്ക് നൈറ്റ് കൊണ്ടുവരുന്നതാണ് എപ്പോഴും നമുക്ക് സ്കിന്നിന് നല്ല റിസൾട്ട് ഉള്ളത്. അപ്പോൾ നൈറ്റ് കെയറിൽ അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് ക്രീമുകൾ അതുപോലെ എന്തെങ്കിലും നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട് അണ്ണീവണാണ് ഇതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടണം എന്നൊക്കെ വിചാരിക്കുവാണെങ്കിൽ ഡേ ടൈമിനേക്കാളും കൂടുതൽ നമുക്ക് നൈറ്റ് ടൈമിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട്. അതിൻ്റെ അത്രയും അത്യാവശ്യമാണ് സ്കിൻ കെയർ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾ എത്ര വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും എത്ര വലിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും കാര്യമില്ല, സ്കിൻ കെയർ ഫോളോ ചെയ്യുക. എപ്പോഴും നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് ഏത് പ്രായത്തിലും നമ്മൾ ഓക്കെ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ചിലവർ പറയും 40-50 വയസ്സ് കഴിഞ്ഞ് അയ്യോ എനിക്ക് ദൈവം സഹായിച്ച ഒരു പ്രശ്നവുമില്ല സ്കിൻ. അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്തായാലും പ്രശ്നം വരും, ഉറപ്പാണ്. കാരണം നമ്മൾ കൊടുക്കേണ്ട സംഭവങ്ങളൊന്നും സ്കിന്നിന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മൾ 40 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും. അതൊരു 45 കഴിയുമ്പോൾ കുറച്ചും കൂടി വിസിബിൾ ആവും. 50 കഴിയുമ്പോൾ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും ടാനും അണ്ണീവണൊക്കെ ആയിട്ട് കാണും. അതൊക്കെ തന്നെ നമ്മുടെ സെൽസ് ഡാമേജായി പുറത്ത് കാണുന്നതാണ്. അത് ആദ്യം ഒന്നും കാണത്തില്ല, പതുക്കെ തന്നെ കാണുകയുള്ളൂ. അപ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യണം. ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ല. അപ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. CTM ചെയ്യണം, ക്ലെൻസിങ്, ടോണർ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മോർണിംഗ് ചെയ്യുക, ഈവനിങ്ങിൽ ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക, നൈറ്റ് ക്രീം എടുക്കുക. ഇതെല്ലാം ചെയ്താലാണ് നമ്മൾ സ്കിന്നിനെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ എൻ്റെ സ്കിന്നിന് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു സൊല്യൂഷനും ഉണ്ടാവില്ല. നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോയിട്ടും കാര്യമില്ല. സ്കിൻ കെയർ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ക്രീമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ സ്കിൻ കെയർ പലവർക്കും എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കിൻ കൺസൾട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരും. നമ്മൾ 3 മാസത്തേക്ക് ഞാൻ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈൻ വഴി നിങ്ങളുടെ സ്കിന്നിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്കിൻ ടെക്സ്ചർ ആദ്യം ഇമ്പ്രൂവ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്കിന്നിൻ്റെ എന്താ പറയുക ഒരു ഹെൽത്തി ആക്കിക്കൊണ്ട് നമ്മൾ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ട് ഒരു ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ട് കൊണ്ടുവരാം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തേച്ച് മാച്ച് കളയുന്ന പ്രൊഡക്റ്റ് ഒന്നും തന്നെ നമ്മൾ പറഞ്ഞു തരത്തില്ല. ഹാർഷായിട്ടുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞു തരത്തില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ആയിരിക്കും നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് വേണം പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് കെയർ റൊട്ടീൻ നൈറ്റ് ക്രീമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് റൈസ് ബാസ്മതി റൈസ് എടുക്കുക. അതൊരു 1/2 കപ്പ് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം നമ്മളിതൊന്ന് അരി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം വയ്ക്കുക. ഇതൊന്ന് വേവിക്കുക. ഒരു 10-20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് എടുക്കുക. എന്നിട്ട് ഈ വെള്ളം മാത്രമായിട്ട് ഈ കഞ്ഞി വെള്ളം ഉണ്ടല്ലോ നമ്മൾ ചോറ് മാറ്റിയിട്ടുള്ള വെള്ളം, ആ വെള്ളം മാത്രമായിട്ട് ഒരു ബൗളിൽ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഒരു 60 ml റോസ് വാട്ടർ എടുക്കണം. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മളുടെ മറ്റേ ഓറഞ്ച് പീൽ പൗഡർ, നമുക്ക് അറിയാം ആയുർവേദിക് ഷോപ്പുകളിലെല്ലാം ഇപ്പോൾ കിട്ടുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഓറഞ്ച് തൊലിയെടുത്ത് വൃത്തിയുള്ള അവിടെ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. കാരണം എങ്ങനെ ഉണക്കിയാലും അതിലേക്ക് പൊടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നതിന് ശേഷം ഇത് നല്ലപോലെ പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പൊടി മേടിക്കുകയാണെങ്കിൽ പൊടി മേടിക്കുക, നല്ലത് നോക്കി മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം റോസ് വാട്ടറും ഇതും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്
ഓറഞ്ചിൻ്റെ തൊലിയും അതേ പീൽ പൗഡർ എടുത്തിട്ടുണ്ട്, റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ തരി പോലെ വരും. നമ്മൾ ഈ റോസ് വാട്ടറിലാണ് ഇങ്ങനെ തരിയായിട്ട് കിടക്കുക. അപ്പോൾ അതിന് നമ്മളൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക, ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഇത് മാത്രം, എന്താ പറയുക, അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട്, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കുക, വെള്ളം മാത്രമായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് ഒരു വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ സ്റ്റീലിട്ട് വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കുപ്പി വെക്കണം എന്നില്ല, ഗ്ലാസ്സിന് വെക്കേണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 2 ടീസ്പൂൺ നമ്മൾ അലോവേറ ജെൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം, അതായത് ഒരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം വയ്ക്കുക, ചൂടാക്കാൻ വേണ്ടി വെള്ളം വയ്ക്കുക. അതിൻ്റെ മേളിൽ ഒരു സ്റ്റീലിൻ്റെ ബൗൾ വയ്ക്കുക. അതിലേക്ക് 2 സ്പൂൺ നമ്മൾ അലോവേറ ജെൽ കൊടുക്കുക. കാരണം ഇത് പ്രോപ്പറായിട്ട് ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ട്. കാരണം ലൈറ്റായിട്ടുള്ള ഒരു ഹീറ്റ് കിട്ടുമ്പോൾ, ചൂടുവെള്ളത്തിൽ നിന്ന് ആ ചൂട് കിട്ടുമ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് മെൽറ്റായി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സ്പൂൺ അത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച റൈസ് വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നമുക്ക് അത് ഒരു 2 സ്പൂണൊക്കെ വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ എടുത്തുള്ളൂ, 1/2 കപ്പിലേക്ക് 1/2 കപ്പ് റൈസ് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അത് കുറച്ചേ കിട്ടുകയുള്ളൂ, 2 സ്പൂൺ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളിവിടെ റോസ് വാട്ടറും അതുപോലെ തന്നെ നമ്മളുടെ ഓറഞ്ച് പീൽ പൗഡർ എല്ലാം കൂടി അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ ജ്യൂസ്, ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പതുക്കെ ഈ ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മളുടെ ബട്ടർ ഉണ്ടല്ലോ, വൈറ്റ് ബട്ടർ, എന്താ പറയുക, അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ കിട്ടും, സോൾട്ട് ആഡ് ചെയ്യാത്ത ബട്ടർ കിട്ടും, സൂപ്പർബായിരിക്കും. അത് നമ്മൾ ഒരു സ്പൂൺ നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുക. ഒരു പിഞ്ച് കേട്ടോ, ഒരു പിഞ്ച്, എത്ര 1/4 ടീസ്പൂൺ അല്ല, ഒരു പിഞ്ച്, ഇതെങ്ങനെ എടുത്താൽ മതിയേ, ഇത്രയും മതി. ഒരു നുള്ളെന്ന് പറയില്ലേ, അത് ഓക്കെ, ഒരു നുള്ള് കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്യുക. എന്നിട്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് ഹീറ്റാക്കണമെന്നില്ല, ഒരു നോർമൽ ഇതിലേക്ക് ചൂട് തട്ടി ഇതെല്ലാം കൂടി ഒന്ന് മെൽറ്റായി സെറ്റായി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇതൊരു തണുത്തതിന് ശേഷം നല്ല ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതെല്ലാ ദിവസവും നൈറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. രാത്രി ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മളുടെ ടോണർ യൂസ് ചെയ്യണം. അതിന് ശേഷം നമ്മളുടെ മോയ്സ്ചറൈസറിന് ശേഷം നിങ്ങൾ ഈ നൈറ്റ് ക്രീം യൂസ് ചെയ്യാൻ, ഈ മോയ്സ്ചർ ചെയ്യാത്ത ആൾക്കാർ, അതൊന്നും അറിയാത്തവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്യാൻ മസ്റ്റായിട്ട്. അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ദിവസവും നൈറ്റ് കൊടുക്കുകയാണെങ്കിൽ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും, റിങ്കിൾസിൻ്റെ പ്രശ്നം കുറയും. കാരണം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലപോലെ റിസൾട്ട് കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങളിത് എല്ലാവരും തന്നെ, ഞാനത് അത്രയും ഇതായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. കാരണം അത്രയും റിസൾട്ടാണ്. അൺഈവൺ ചുണ്ടിന് ചുറ്റും ഭയങ്കര ഡാർക്ക്നെസ് ഉള്ളവർ, അതൊക്കെ മാറിക്കിട്ടും. ഫേസിൽ ഒരുപാട് ടാൻ അടിച്ചിട്ടുള്ളവർ, അവർക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേർക്ക് ഇത് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫേസ് ക്ലെൻസൊക്കെ ചെയ്ത് ടോണൊക്കെ ചെയ്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്ത് നമ്മൾ ഹോം കെയർ ചെയ്യുവാണെങ്കിലും അതിൻ്റെ കൂടെ സ്കിൻ കെയർ എടുക്കുക. പിന്നെ ഏത് പ്രൊഡക്റ്റ് ചെയ്യുവാണെങ്കിലും ആദ്യം പാച്ച് ടെസ്റ്റ് കൊടുക്കുക. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ഞാൻ പാച്ച് ടെസ്റ്റ് കൊടുക്കാതെ ഒരു വീഡിയോയിൽ ഞാൻ അത് പറയാതിരിക്കില്ല. കാരണം എല്ലാ പാക്കും എല്ലാതും നമുക്ക് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. ചിലവർക്ക് അലർജി ആയിരിക്കും, അലോവേറ അലർജിയുള്ള ആൾക്കാരുണ്ട്, മഞ്ഞൾ ചിലവർക്ക് ചേരത്തില്ല, ചിലവർക്ക് ഈ ഓറഞ്ച് പീൽ പൗഡറിൻ്റെ അലർജി ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള അലർജീസും നമ്മൾ ഫേസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ പറയുന്നത് മാത്രം കേട്ട് അതുപോലെ ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആവുമെന്നുള്ളത് നിങ്ങൾ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ചൊറിച്ചലോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എടുത്ത് പറയുകയാണ്. കാരണം അതൊരു ഇതായിട്ട് വരരുത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നമായി എന്നുള്ളത് എനിക്ക് വരരുത്. അതുകൊണ്ട് ഞാൻ അത് അത്രയും ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് സ്കിൻ കെയർ പ്രോപ്പറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം നമ്മൾ ഒരു ചാനലെന്ന് പറയുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളിലൂടെ എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്നുള്ള ഇതിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്, കറക്റ്റായിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യണം. പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ. കാരണം വേറെ ഒന്നും ഇതിനകത്ത് നമ്മളില്ല, കെമിക്കലൊന്നും ഇല്ല. എന്നാൽ പോലും ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര റിസൾട്ടായിരിക്കും. ഇതെല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അറിയിക്കുകയും വേണം.
ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ പേഴ്സണൽ ഗൈഡൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.